അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊച്ചിക്കാർക്ക് പോർക്ക് വിന്താലോ ബീഫ് വിന്താലോ ഇല്ലാണ്ട് ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇതേ പോർക്ക് വിന്താലിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ നമ്മുടെ മുരിങ്ങാത്തൊലി ഇട്ടിട്ടുണ്ട്. മുരിങ്ങാത്തൊലി കീറി ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് അത് കീറി പീസുകളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും മുളക് പൊടിയൊക്കെ ചേർക്കണം. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. ഒരു 75 ഗ്രാമോളം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയും നമ്മൾ ചേർത്ത്. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മളിത് ആ മുളക് പൊടീനെ മൂടുന്ന രീതിയിൽ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നിങ്ങൾക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏകദേശം നമ്മുടെ മുളകിനെ മൂടുന്ന രീതിയിൽ. ഇനി ഈ മുളക് പൊടിയും കടുകൊക്കെ മൂടി നിൽക്കുന്ന രീതിയിൽ, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ചൊറുക്കുക. എന്നും പറഞ്ഞാൽ ചൊറുക്കുക ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നോക്കിയിട്ട് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് ചേർക്കാം. നമ്മളേതായാലും ഈ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല കല്ലുപ്പ് ഒരു 2 സ്പൂൺ ചെറിയ സ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് അടിപൊളിയായിട്ട് ഇവനെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി ക്രിസ്മസിന് പറ്റിയ ഐറ്റംസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിലോ പന്നിയിലാണ് സംഭവം ഉണ്ടാക്കുന്നത്. പന്നി നമ്മളിവിടെ കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരപ്പ് നമ്മൾ 2 പാർട്ടായിട്ടാണ് അരച്ചെടുത്തത്. ഒറ്റയ്ക്ക് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ജാറിൽ സ്ഥലം തികയില്ല. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി നമ്മൾ ചേർക്കുക. സവാള വേണ്ടവർക്ക് സവാളയും ചേർക്കുക. ചുവന്നുള്ളി ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടപ്പ് വെച്ച് വെള്ളം പോയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ. ഈ ഉലുവ നമ്മൾ നോൺ ഐറ്റംസ് എന്തുണ്ടാക്കിയാലും ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ജോലി കൂടി ഇരുന്ന് എന്താണ് അപ്പം ഉണ്ടാക്കണമെന്ന് നോക്കുന്നുണ്ട്. ഇനി നമ്മളിത് ആ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി മൂത്തിട്ട് വേണം നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനിടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇറങ്ങും. അപ്പോൾ നല്ല കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ അരപ്പിലേക്ക് ഉള്ളിലേക്കും ഇറങ്ങും. നമ്മളിതിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതൊരു ബ്രൗൺ കളറായി വന്നവരെ ഇളക്കിയിട്ട് വേണം നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് നമുക്ക് ചേർക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്മസിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പറ്റുന്ന ഐറ്റമാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. അതിനിടയിൽ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സ്പൂണിലൊരു 2 സ്പൂൺ, ചെറിയൊരു സ്പൂണാണ്. ഒരു 2 2.5 ചേർക്കുക, നമ്മുടെ ഉചിതം പോലെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇളക്കി ഒന്ന് ഇതായിട്ട് യോജിപ്പിച്ചെടുക്കും. അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷം എന്നുള്ളത് നമ്മളോട് ഒന്ന് പങ്കുവയ്ക്കണേ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചാണ് അരപ്പ് ഇവനെ അങ്ങ് ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി എടുക്കുക എന്നാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അരപ്പെല്ലാം കൂടി ചട്ടിയിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചട്ടിയുടെ അരപ്പ് അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. കാരണം അതനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. കളറൊക്കെ മാറി നല്ല ഡാർക്ക് റെഡായിട്ട് വരും. അതിനിടയ്ക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവനെ നന്നായിട്ട് ഇളക്കി ഇതൊക്കെ ആയിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം തന്നെ ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. പച്ച വെളിച്ചെണ്ണയിൽ ഈ പറഞ്ഞ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ മുരിങ്ങാത്തിലൊക്കെ കൂടി മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാലാണ് ഈ പറയാനിലൊക്കെ സത്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പന്നിയിറച്ചി വെള്ളം പോകാനായിട്ട് ഊറ്റി വെച്ചിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ടാണ് ബാക്കി കളി. പിന്നെ ക്രിസ്മസിൻ്റെ റെസിപ്പീസ് വേറെ വരുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. എങ്കിലാണ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് വരുള്ളൂ കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് നല്ല ചില വീഡിയോസൊക്കെ ചെയ്ത് നോക്കി കണ്ട് നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കി അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു കിടിലം വീഡിയോ ആണ് ഇതും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വെള്ളമൊക്കെ ഊർന്നിറങ്ങി ഒന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ പുറത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അത് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചാറിയതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്, കറി പെട്ടെന്ന് കേടായിപ്പോകും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി. അതിനിടയ്ക്ക് നമ്മുടെ ചട്ടിയിൽ ഈ സംഭവം നിൽക്കാണ്ട് വന്നിട്ട് നമ്മൾ ചൂട് കട്ടിയുള്ള ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് നമ്മുടെ കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.